നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒരു ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിലാണ്, ഡിജിറ്റൽ യുഗത്തിലാണ്. കൗമാരപ്രായക്കാർ വിശേഷിച്ചും ഈ ഡിജിറ്റൽ സൗകര്യങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുന്നവരാണ്. പല കാര്യങ്ങളും ഇതിൽ അറിവും വിജ്ഞാനവും നൽകുന്നവയാണ്. അതേസമയം തന്നെ ചില മോശം കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ വളരെയധികം തർക്കമായിട്ടുള്ള ബ്ലൂ വെയിൽ ഗെയിമൊക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു യഥാർത്ഥ വശം കാണുന്നതിന് പലപ്പോഴും നമുക്ക് കഴിയാറില്ല. ശരി ഏതാണ്, തെറ്റേതാണെന്നുള്ളത്. അപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഈ ഓൺലൈൻ കെണിയിലാണോ കൗമാരം എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് മനഃശാസ്ത്രജ്ഞനും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ CJ ജോൺ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ ഡിജിറ്റൽ യുഗമാണിപ്പോൾ. അതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം ചർച്ചകൾ വരുമ്പോൾ ഇതൊരു ഭീഷണിയാകുന്ന തരത്തിലാണ് സംശയങ്ങൾ വരുന്നത്. എങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്? ഇപ്പോഴത്തെ കൗമാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിജിറ്റൽ നേറ്റീവ്സാണ്. ഈ ഡിജിറ്റൽ യുഗത്തിലേക്ക് പിറന്നു വീണിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കൗമാരപ്രായക്കാർ. അപ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങൾക്കും ഇന്നത്തെ കുട്ടികളും കൗമാരപ്രായക്കാരും ഓൺലൈനെ ആശ്രയിക്കേണ്ടി തന്നെ വരും. പഠനം, പ്രോജക്റ്റ് ചെയ്യൽ, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരതിനെ ആശ്രയിക്കാറുണ്ട്. വിനോദങ്ങൾക്ക് വേണ്ടിയിട്ട് ആശ്രയിക്കാറുണ്ട്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്. പിന്നെ കൂട്ടുകാരുമായിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ വഴി, പരിചയമുള്ള കൂട്ടുകാരുമായിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഈ അടുത്തിടെ കേട്ടിട്ടുള്ള ബ്ലൂ വെയിൽ ചലഞ്ച് അല്ലെങ്കിൽ നീലിത്തിമംഗലത്തിൻ്റെ വെല്ലുവിളി എന്ന് പറഞ്ഞ ഒരു സംഭവം, അതൊരു ഭീതി പടർത്തുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത് ഒരു പ്രതീകമാണ്. ഓൺലൈൻ സുരക്ഷയെക്കുറിച്ചിട്ട് കൗമാരപ്രായക്കാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഒരു അവബോധം നൽകുന്നതും ജാഗ്രത പാലിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രതീകം അല്ലെങ്കിൽ ഒരു സന്ദേശമായിട്ട് നമുക്ക് എടുത്താൽ മതി. ഈ ഓൺലൈൻ എന്ന് പറയുമ്പം അതിൽ കുട്ടികൾ പല തരത്തിലുള്ള ആപൽസാധ്യതകൾ വരാം. ഒന്ന് കോണ്ടാക്റ്റ് അബ്യൂസസ് ആണ്, കോണ്ടാക്റ്റ് റിസ്ക് ആണ്. ആരുമായിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് വരുന്ന ആപൽസാധ്യതയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ബ്ലൂ വെയിൽ ഗെയിം അല്ലെങ്കിൽ നീല തിമിംഗലം എന്ന് പറയുന്ന സംഭവം അദൃശ്യനായിട്ടുള്ളൊരു സൂത്രധാരൻ ഏതോ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇതിന് വശംവദരാകാനിടയുള്ള ചില ആളുകൾക്ക് സന്ദേശം അയക്കുകയും അവരെ മാനസികമായിട്ട് വശപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം പല ഘട്ടങ്ങളിലൂടെ ഒടുവിൽ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു തരം വെല്ലുവിളിയാണ്. അപ്പോൾ അതൊരു കോണ്ടാക്റ്റിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോണ്ടാക്റ്റ് പ്രശ്നങ്ങൾ ധാരാളം ഓൺലൈനിൽ വരുന്നുണ്ട്. കുട്ടികൾ അവരുടേതായിട്ടുള്ള ഒരു പ്രായത്തിൻ്റെ ഒരു പക്വതയില്ലായ്മ കൊണ്ട് അപരിചിതരുമായിട്ട് അവരുടെ സ്വകാര്യ വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന ചില അവസ്ഥകൾ വരാറുണ്ട്. പലപ്പോഴും ഈ തരം കോണ്ടാക്ട്സ് ഉണ്ടായി കഴിയുമ്പം ഈ അപരിചിതർ ഈ സ്വകാര്യ വിവരങ്ങളെ നന്നായി ഉപയോഗിക്കണമെന്നില്ല. പലരും അത് സൈബർ ബുള്ളിയിങ്ങിന്, അതായത് ആ വിവരങ്ങൾ ഉപയോഗിച്ച് കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയോ അതുപോലുള്ള കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. ഡോക്ടർ, ഇത് പറയുമ്പോൾ ഇതിൻ്റെ കൂടുതൽ വശത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ മുൻപൊക്കെ ഈ കമ്പ്യൂട്ടർ വളരെയധികം പ്രചാരത്തിൽ വരുന്ന ഒരു സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ലിവിങ് റൂമിൽ TV വയ്ക്കുന്നത് പോലെ ഓപ്പണായിട്ട്, പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നമ്മുടെ മുന്നിൽ എല്ലാവർക്കും കാണാൻ വേണ്ടി വയ്ക്കണം. അപ്പോൾ ഒരു പ്രൈവസി കുറയ്ക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇന്നിപ്പോൾ ഈ മൊബൈലിലൊക്കെ ഇതുള്ള കാലത്ത് അതെങ്ങനെ സാധ്യമാകുമെന്നതാണ്. ഈ പഴയ തരത്തിൽ കമ്പ്യൂട്ടർ പൊതുസ്ഥലത്ത് വെക്കണം എന്ന് പറയുന്നതിനൊന്നും വലിയ പ്രസക്തി ഇല്ലാത്ത കാലം അത്. കാരണം ഓൺലൈനിലേക്കുള്ള ഒരു കയറ്റം എവിടെയും നമുക്ക് സാധ്യമാണ്. ഇപ്പോഴത്തെ ആൻഡ്രോയിഡ് ഫോണൊക്കെ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ പഴയ തരത്തിലുള്ള ഒരു ഉപദേശങ്ങളൊന്നും കൊടുത്തിട്ട് ഇപ്പോൾ കാര്യമൊന്നുമില്ല. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെ കുട്ടികൾക്ക് സ്വയം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാം, ഉത്തരവാദിത്വത്തോടെ ഇത് ഉപയോഗിക്കാം, ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് അവരറിഞ്ഞിരിക്കേണ്ടത്. കാരണം അവർ തന്നെയാണ് അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത്. ഇപ്പം സെക്ഷൽ അബ്യൂസിനെ കുറിച്ച് പറയുമ്പം നമ്മൾ സേഫ് ടച്ച് അല്ലെങ്കിൽ അൺസേഫ് ടച്ച് എന്നൊക്കെ പറയുന്നുണ്ട്. ഓൺലൈനെ സംബന്ധിച്ചിടത്തോളം അതിന് സമാനമായിട്ട് എങ്ങനെ സുരക്ഷിതമായിട്ട് കൈകാര്യം ചെയ്യാം, സുരക്ഷിതമല്ലാത്ത കൈകാര്യം ചെയ്യലുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഒരുപക്ഷെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത്. സുരക്ഷിതമല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോഴാണ് കൗമാരപ്രായക്കാർ ഈ ബ്ലൂ വെയിൽ ചലഞ്ച് പോലുള്ള ചില പ്രശ്നങ്ങളിലേക്ക് ചെന്ന് വിടുന്നതും അല്ലെങ്കിൽ സൈബർ ഗ്രൂമിംഗ് വഴി
അപ്പം സ്വകാര്യ വിവരങ്ങളെല്ലാം കിട്ടി പതുക്കെ പതുക്കെ ഒരു പെൺകുട്ടിയുമായിട്ട് ആ പെൺകുട്ടിയുടെ താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവളെ അങ്ങ് സന്തോഷിപ്പിച്ച് പ്രീണിപ്പിച്ച് ഒടുവിൽ വിധേയത്വം ഉണ്ടാക്കിയതിന് ശേഷം അത് ഗ്രൂം ചെയ്യുകയാണ്. നമ്മളിപ്പം ഫാഷൻ ഷോയ്ക്കൊക്കെ ഗ്രൂം ചെയ്യുന്ന പോലെ ഓൺലൈനിൽ കൂടെ ആ തരത്തിലുള്ള ഗ്രൂമിങ് നടത്തിയതിന് ശേഷം അവർ പറയുന്ന സ്ഥലത്തേക്ക് പെൺകുട്ടിയെ വരുത്തുകയും പിന്നീട് ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഡോക്ടർ, ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവാണ്, ചോദിച്ചോളൂ. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. ഡോക്ടറെ, എന്റെ അനിയന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ അനിയൻ ഇപ്പോ 17 വയസ്സുണ്ട്. ഓൾറെഡി ഇപ്പോ ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും അവൻ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് പോലെയാണ്. അത് ഇപ്പൊ ഒരു 10 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിലൊരു 8 മണിക്കൂർ ഇങ്ങനെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കും. പിന്നെ അത് എഡിറ്റ് ചെയ്യും, പിന്നെ ഈ പറയുന്നത് അപ്ലോഡ് ചെയ്യുക. അപ്പോ അതുകൊണ്ട് അവന് വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വരെ അവനിപ്പോ ഓൾമോസ്റ്റ് കമ്പ്യൂട്ടർ വേണം, അല്ലെങ്കിൽ മൊബൈലിൽ ചെക്ക് ചെയ്യണം. അങ്ങനെ ഒരു അവസ്ഥ പണ്ടത്തെ ഭയങ്കര വ്യത്യാസമായിട്ട് ഇപ്പോ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കുന്ന കാര്യത്തിലും വരും. അപ്പോ സൈക്കാട്രിക് പരമായിട്ട് എന്തെങ്കിലും നമുക്ക് ഇതിനെ എങ്ങനെയും തിരിച്ചെടുക്കാനുള്ള ഒരു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഡോക്ടർ? ആദ്യം ഈ ചേട്ടന്റെ ഒരു കരുതലിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, അല്ലേ? തീർച്ചയായിട്ടും നല്ല ചേട്ടനാണ്. അതെ. ഇതിൽ ഈ ഓൺലൈനിൽ പോകുന്ന പല കുട്ടികളും അല്ലെങ്കിൽ കൗമാരപ്രായക്കാരും അതിനടിമപ്പെടുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും പറയും പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുന്നു, സബ്സ്റ്റൻസ് അബ്യൂസ്, ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ തരത്തിലുള്ള ചില പെരുമാറ്റങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന ചില അവസ്ഥകളുണ്ട്. അതായത് ഒരു ലഹരി പദാർത്ഥത്തിന് അടിമപ്പെട്ടു പോകുന്നതിന് സമാനമായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ് ഈ തരം പെരുമാറ്റങ്ങൾക്ക് അടിമപ്പെട്ടു പോകുമ്പോഴും തലച്ചോറിലുണ്ടാകുന്നത്. തലച്ചോറ് പലപ്പോഴും ഒരു സുഖം തരുന്ന, രസം തരുന്ന അനുഭവങ്ങളോട് അനുകൂലമായിട്ട് പ്രതികരിക്കുന്ന ഒരു പ്രകൃതമുള്ള അവയവമാണ്. അത് വരുമ്പോൾ കുറേ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക രാസപദാർത്ഥം ഉൽപ്പാദിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യും. അത് നമ്മൾ നല്ലൊരു പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാവും, നല്ല സിനിമ കാണുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അതിനോട് സമാനമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഇത് കൊടുക്കുകയും ഈ പറയുന്ന സുഖാനുഭൂതി നൽകുന്ന തലച്ചോറിലെ ചില പാത്വേസിനെ ഈ തരം പെരുമാറ്റങ്ങൾ സബ്സ്റ്റൻസ് ഉൾപ്പെടെ തകിടം മറിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഓർമ്മകൾ വരുമ്പോൾ വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കണം. ഇത് ഉപയോഗിക്കുമ്പോൾ നല്ല രസമുണ്ട്, അപ്പോൾ അത് വീണ്ടും ഉപയോഗിക്കണം. അങ്ങനെ വീണ്ടും ഉപയോഗിക്കണം എന്നുള്ളൊരു താല്പര്യം വരികയും ദൈനംദിന ജീവിതത്തിൽ മറ്റ് ഉത്തരവാദിത്തങ്ങൾ, മറ്റ് സന്തോഷം തരുന്ന കാര്യങ്ങൾ, ആളുകളുമായിട്ടുള്ള ഇടപഴകൽ, ഈ തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് മുഴുവൻ സമയവും ഈ ചേട്ടൻ പറഞ്ഞ പോലെ അനിയനുണ്ടായ പോലുള്ള ഒരു അവസ്ഥയിലേക്ക് അതിൻ്റെ മണിക്കൂറുകൾ കൂടുന്നു, മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ വരുന്നു, ആ തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഇതൊരു തരം അഡിക്ഷൻ തന്നെയാണ്, ഇതൊരു തരം അടിമപ്പെടലാണ്. അത് മനഃശാസ്ത്രപരമായി തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതിനു വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ആരെങ്കിലും കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. അതിനൊരു മടിയും കാണിക്കേണ്ട കാര്യമില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇതിൽ വരുന്ന ഒരു പ്രശ്നം, ഇത് ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ ഓൺലൈൻ ഉപയോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ എല്ലാവരും അത് മിതമായ തോതിൽ അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ അമിതമാകുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇതെല്ലാം അമിതമായി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിനെ വിഴുങ്ങുന്ന രീതിയിലേക്ക് ആയി കഴിയുമ്പോൾ അത് പ്രശ്നമായി. ഇപ്പോൾ ഈ പയ്യൻ പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടികളോട് ഇത് പറയാൻ ഇപ്പോൾ പലപ്പോഴും പാരൻസിൻ്റെ ഒരു പ്രശ്നം, ഇതൊരു പരിധിവരെയൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈവൻ എൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ ഇത് കൂടുതലായി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ്റെ ഒരു സൈഡിലേക്ക് പോകുന്നു എന്ന് നമുക്ക് സംശയിച്ചാൽ പോലും നമ്മളാണോ ശരി, അവരാണോ ശരി എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ഇതെനിക്ക് എൻ്റെ തോന്നലാണോ, എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഇത് ഉപയോഗിക്കുമ്പോൾ? അപ്പോൾ എപ്പോഴാണ് ഒരു വിദഗ്ധനെ കാണേണ്ടി വരിക എന്നുള്ളൊരു സാധനം ഒരു സംശയത്തിൻ്റെ ഒരു ഇതല്ലേ? ഏതാണ്ടൊരു കൃത്യമായിട്ടുള്ള ചിത്രമാണ് നേരത്തെ ആ ഫോണിൽ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം മറ്റെല്ലാ ചുമതലകളിൽ നിന്നും വിട്ടുമാറി, മറ്റ് എല്ലാ തരത്തിലുള്ള ഒരു സാമൂഹികവൽക്കരണത്തിൽ നിന്നും അകന്നു മാറി ഈ തരത്തിലുള്ള ഒരു ഇതിലേക്ക് മുഴുകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന പ്രശ്നമായിട്ട് വരുന്നത്. ഇപ്പോൾ കുട്ടികളൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പം പലപ്പോഴും പഠിത്തത്തിൽ പിന്നോക്കം, അകാരണമായിട്ടുള്ള ദേഷ്യപ്പെടൽ, ഇതുപോലുള്ള പല പെരുമാറ്റ വൈകല്യങ്ങളുമായിട്ട് വരുമ്പം നമ്മൾ അവരുടെ ഈ ഓൺലൈൻ ഹിസ്റ്ററിയിലേക്ക് പോകുമ്പം ഏതാണ്ട് ഈ ഫോൺ കോളിൽ പറഞ്ഞ പോലെ ഉള്ള അമിതമായിട്ടുള്ള ഉപയോഗം, അതുപോലുള്ള കാര്യങ്ങൾ കണ്ടെത്താറുണ്ട്. അതാണ് അതിലുള്ള പ്രശ്നമായിട്ട് വരുന്നത്. ഓക്കെ.
ഇതിൽ രണ്ടാമത്തെ ഒരു വശം ഞാൻ കോണ്ടാക്റ്റിനെ കുറിച്ചിട്ടേ പറഞ്ഞു. കോണ്ടാക്റ്റിലൊരു കേസ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ആ കുട്ടി ഇതുപോലെ തന്നെ വീട്ടിൽ അച്ഛനമ്മമാർക്ക് അധികം വർത്തമാനം പറയാനൊന്നും നേരമില്ലാത്തൊരു കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. 10-16 വയസ്സുള്ള പെൺകുട്ടിയാണ്. അവളിതുപോലെ ഒഴിവ് നേരങ്ങളിൽ പഠിപ്പ് കഴിഞ്ഞാൽ ഉടനെ ഓൺലൈനിൽ കയറി അങ്ങനെ ചാറ്റിങ്ങിൽ പെട്ട് ഒരു അപരിചിതനുമായിട്ട് പരിചയപ്പെടുകയും ആ അപരിചിതൻ പതുക്കെ പതുക്കെ ഇവളെ ഗ്രൂം ചെയ്ത് ഒരു വിധേയത്വം ഉണ്ടാക്കുകയും ചെയ്ത് ഒടുവിൽ അവളുടെ നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ ആവശ്യപ്പെടുകയും അത് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരികയൊക്കെ ചെയ്തു. പിന്നെ അതുപയോഗിച്ചിട്ട് ഒരു ഓൺലൈൻ ഹരസ്മെൻറ്റ് എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഈ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടാണ് ആശുപത്രിയിൽ വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ എല്ലാ ഘട്ടത്തിലും ഒരുപക്ഷെ മാതാപിതാക്കളുടെ ഒരു ജാഗ്രത ഉണ്ടെങ്കിൽ തടയപ്പെടാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പലപ്പോഴും മാതാപിതാക്കൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലൂ വെയിൽ ഗെയിം അല്ലെങ്കിൽ ബ്ലൂ വെയിൽ ചലഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ മൊബൈൽ അങ്ങ് വാങ്ങി അല്ലെങ്കിൽ നീ ഓൺലൈനിൽ കയറണ്ട എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അതല്ല അതിൻ്റെ ശരിയായ രീതി. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടറിലെ തുടരുകയാണ്. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഹലോ. ഹലോ, കേൾക്കുന്നുണ്ട്. നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. നമസ്കാരം ഡോക്ടർ. പറഞ്ഞോളൂ. നമ്മള് ഈ മൊബൈൽ കുട്ടികളെ കൊടുക്കുന്നല്ലേ തെറ്റ്? ഹലോ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഡോക്ടർ നമസ്കാരം. എനിക്ക് വലിയ പഠിപ്പൊന്നുമില്ല, മക്കൾക്ക് പഠിപ്പുണ്ട്. എന്നാലും ഞാൻ ചോദിക്കുന്നത് 10 വയസ്സിന് മുകളിലോട്ട് കുട്ടികളെ ഈ മൊബൈൽ കൊടുക്കുന്നതാണ് ഒന്നാമത്തെ തെറ്റ്. പിന്നെ ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കുട്ടികൾ മയക്കുമരുന്നിനും പൂർത്തിയാക്കിക്കോളൂ. ടിവിയിൽ ശ്രദ്ധിക്കണ്ട, പറയുന്നത് പൂർത്തിയാക്കിക്കോളൂ. അല്ല, കേൾക്കുന്ന അവർ ടി വിയിലും കൂടെ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ ഡോക്ടർക്ക് പറഞ്ഞതിന്റെ മനസ്സിലായി. ഇപ്പം അവർ പറഞ്ഞത് ഈ മൊബൈൽ കൊടുക്കുന്നതുകൊണ്ടല്ലേ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന്. അത്തരം ആപൽസാധ്യത നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും ഉണ്ടാകുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കൊടുത്ത് ശീലിപ്പിക്കുന്നതുകൊണ്ടല്ലേ കുട്ടികൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുകയും വ്യായാമം ചെയ്യാതെയും തടിക്കുകയും അതുപോലുള്ള മെറ്റബോളിക് സിൻഡ്രോം പോലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. പുതിയ കാലഘട്ടത്തിൽ ഈ മൊബൈല് ഒരു ഘട്ടം കഴിയുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റുക എന്നുള്ളത് ഇപ്പോൾ പ്രായോഗികമായിട്ടുള്ളൊരവസ്ഥയല്ല. ഉത്തരവാദിത്തപ്പെട്ട ഉപയോഗത്തിനെ കുറിച്ചിട്ട് നമ്മൾ ബോധവൽക്കരിക്കാനേ പറ്റുള്ളൂ. വേറൊരു കാര്യം പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചൂണ്ടിക്കാണിക്കാനുണ്ട്. കാരണം ഈ പല മാതാപിതാക്കളും ചില സ്ഥലങ്ങളിൽ ചെന്നിട്ട് കാത്തിരിക്കുന്ന വേളയിൽ കുട്ടികൾ ഇച്ചിരി അസ്വസ്ഥരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വയസ്സോ 3 വയസ്സുള്ള കുട്ടികളൊക്കെ അസ്വസ്ഥരാകും. പ്രത്യേകിച്ച് ആശുപത്രിയിലൊക്കെ ഞങ്ങളുടെ മുമ്പിലൊക്കെ സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. അവരെ ശാന്തരാക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിലുള്ള ഫോൺ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ചെറിയ ഗെയിം ഇട്ടിട്ട് ആ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കും. അപ്പോൾ ഉടനെ കുട്ടി അടങ്ങി ഒതുങ്ങി ഇരുന്ന് ആ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത്ര ചെറുപ്രായത്തിൽ തന്നെ ആ കുട്ടിയെ ഇതുമായിട്ട് പരിചയപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം കുട്ടി കൗമാരപ്രായത്തിലെത്തി കഴിയുമ്പോഴേക്കും അക്രമത്തിൻ്റെ ഇതായിട്ടുള്ള ചില ഗെയിമുകളിലേക്കൊക്കെ പോകുന്നതിന് എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അപ്പോൾ ഇത് വളർത്തലിൽ ഈ പലപ്പോഴും കൗമാരം എത്തുമ്പോഴാണ് ഒരുപാട് മാതാപിതാക്കൾ വളർത്തലിനെ കുറിച്ച് ആലോചിക്കുന്നതും അല്ലെങ്കിൽ ഈ ഓൺലൈനിൽ അത് അങ്ങനെ കൈകാര്യം ചെയ്യണം, അത് വേണ്ടേ, ആ നിയന്ത്രണം വേണ്ടേ എന്നുള്ള ചിന്തകൾ വരുന്നത്. വളർത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറന്നു വീഴുന്ന ഘട്ടം തൊട്ട് തന്നെ തുടങ്ങുന്ന ഒരു പ്രക്രിയയാണ്. എന്താണ് ആ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം ചെറുപ്പത്തിലേ മുതൽ വളർത്തി ഉണ്ടാക്കിയാൽ മാത്രമേ അതിൽ കൗമാരത്തിലെത്തുമ്പം നമുക്ക് ഒരു നിയന്ത്രണം കിട്ടുകയുള്ളൂ. അതിന് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. പല കുട്ടികളും ഇതൊക്കെ ഉപയോഗിച്ചിട്ടും വളരെ കൃത്യമായിട്ട് അച്ഛനമ്മമാരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ നടത്തിയും കൃത്യമായിട്ട് അവരോട് സംശയങ്ങൾ ചോദിച്ചും പോണ ഒരുപാട് പിള്ളേർ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ കുട്ടികളും അങ്ങനെ ഓൺലൈൻ കണിയിലൊന്നും പെടുന്ന കുട്ടികളൊന്നുമല്ല. അങ്ങനെ ഒരു സ്കെയർ വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു പൊതുവിൽ കൗമാരപ്രായക്കാർ മുഴുവൻ ആകെ പ്രശ്നമാണ് എന്ന് പറഞ്ഞൊരു സംശയത്തോടെ നമ്മളൊരു ചിത്രം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരു ചിത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നല്ല കുട്ടികളെ പോലും ഒരുപക്ഷെ മാതാപിതാക്കൾ സംശയത്തോടെ നോക്കാൻ തുടങ്ങുന്നു. പക്ഷേ നമ്മുടെ ഒരു ജാഗ്രത തീർച്ചയായിട്ടും വേണ്ടതാണ്. ഡോക്ടർ നേരത്തെ പറഞ്ഞതിൽ ഈ കോൺടാക്റ്റിൻ്റെ ഒരു റിസ്കിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അടുത്തത് കണ്ടന്റ് വൈസ് ഉള്ള റിസ്ക്കാണ്. അതിനെ കുറിച്ചിട്ടൊന്ന് പറയൂ. എന്താണ് കുട്ടികൾ കാണുന്നതെന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഇപ്പോൾ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഇപ്പം പല കാര്യങ്ങളെക്കുറിച്ചിട്ടും ഓൺലൈനിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഒരു വിരസ നിമിഷത്തിലൊരു നല്ല പാട്ട് കേൾക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓൺലൈനിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉണ്ട്. പക്ഷേ വഴിതെറ്റി
ഇപ്പോൾ നമ്മൾ വീഡിയോ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ആ പ്രായത്തിന് ചേരാത്ത തരത്തിലുള്ള അക്രമവും ലൈംഗികതയൊക്കെ ഉള്ള വീഡിയോ ഗെയിമുകളൊക്കെ ലഭ്യമാണ്. വീഡിയോ ഗെയിമുകൾക്ക് റേറ്റിംഗും ഉണ്ട്. പക്ഷെ അതൊന്നും നോക്കാതെ അതിലേക്ക് ഒരു കുട്ടി പരിചയപ്പെട്ട് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നെറ്റിൽ തന്നെയുള്ള അശ്ലീല രതിദൃശ്യങ്ങളുള്ള പോണോ സൈറ്റ്സിലേക്ക് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം അവൻ പ്രയോഗിക്കുന്നത് കൗമാരപ്രായത്തിലാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. എന്താണ് കൗമാരപ്രായത്തിൻ്റെ തലച്ചോറിൻ്റെയും മാനസികാവസ്ഥയുടെയും പ്രത്യേകതകൾ? ഒന്ന്, കൗതുകമുള്ള എന്തും പരീക്ഷിക്കാനുള്ള താല്പര്യമുണ്ട്. 2, സാഹസികതകളോടുള്ള ഒരു അഭിനിവേശമുണ്ട്. പിന്നെ ഇവരുടെ തലച്ചോറിൻ്റെ വികാസം പൂർണ്ണമായിട്ടില്ല. അതായത് വിചാരവും വകതിരിവും വന്നിട്ട് ഈ കാണുന്നതിൽ ചെയ്യുന്നതെന്ത് ചെയ്യാത്തതെന്ത് എന്നുള്ളൊരു വേർതിരിവുണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കാണുന്ന പലതും ആ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നൊരു എബിലിറ്റി ഉണ്ടാകുന്ന തലച്ചോറിൻ്റെ ഭാഗം വികസിക്കാത്ത പ്രായത്തിൽ ഇവർ പരിചയപ്പെടുന്നത് കൊണ്ട് പലപ്പോഴും നിത്യജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ പ്രായോഗികമാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ചൈൽഡ് ഓൺ ചൈൽഡ് സെക്സ് അബ്യൂസ് വരുന്നുണ്ട്. ഈ രതിദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള മെമ്മറി കാർഡുകൾ ഈ നെറ്റിൽ നിന്നെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിച്ച് അതിൽ നിന്നും ഉത്തേജനം കൊണ്ടിട്ട് ഇവരുടെ തലച്ചോറിൻ്റെ വികാസം ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ള ഒരു ചിന്താഗതി ഇല്ലാതെ വരുന്നതുകൊണ്ട് അത് പ്രാക്ടിക്കലായി പ്രായോഗികമായിട്ട് താരതമ്യേന ദുർബലമായിട്ടുള്ളൊരു കുട്ടിയെ കിട്ടുമ്പോൾ ചെയ്തിട്ടുള്ള ചൈൽഡ് ഓൺ ചൈൽഡ് സെക്സ് അബ്യൂസ് കൂടുന്നതിനൊരു നിമിത്തം ഇതാണ്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ കണ്ടൻറ്റുമായിട്ട് പരിചയപ്പെടുന്നതുകൊണ്ടുള്ള ചില അപകടങ്ങളാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവാണ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. ചോദിച്ചോളൂ. ടി വിയിൽ ശ്രദ്ധിക്കണ്ട കേട്ടോ, ഇവിടെ ഫോണിൽ ചോദിച്ചോളൂ. ഹലോ ഡോക്ടറോട് നമസ്കാരം പറഞ്ഞു. നമസ്കാരം. ഹലോ, ഇത് കല്ലടിക്കോട്ടെന്നാ, പാലക്കാട് ജില്ല കല്ലടിക്കോട്ടെന്നാണ്. പറഞ്ഞോളൂ. സെൽമ എന്ന് പറഞ്ഞ സെൽമ എന്താണ് പറയാനുള്ളത്? അത് എന്റെ മോന് വേണ്ടിട്ടാ. ചോദിച്ചോളൂ. ഉറക്കെ പറഞ്ഞോളൂ. അത് ടിവിയിൽ ശ്രദ്ധിക്കണ്ട, നമുക്ക് ഇവിടെ കേൾക്കുന്നുണ്ട്. ചോദ്യം പൂർത്തിയാക്കും. മുതലേ പഠനത്തിന് പിന്നിലായിരുന്നു. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ 21 വയസ്സായി. ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ എപ്പോഴും ഫോണ് നെറ്റുള്ള ഫോണാ കയ്യിലുള്ളത്. കയ്യില് അപ്പൊ രാവും പാലും ഫോൺ തന്നെ കയ്യില്. അതുപോലെ ബൈക്ക് ഉണ്ട്, ബൈക്ക് എടുത്ത് പുറത്തു പോകുക, കുട്ടികളായിട്ട് കറങ്ങുക. മനസ്സിലായി. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല പെരുമാറ്റ വൈകല്യങ്ങളുടെയും ഒപ്പം പോകുന്ന ഒരു പ്രശ്നമാണ് ഈ മൊബൈൽ ഫോണിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം, അല്ലെങ്കിൽ മൊബൈൽ ഫോണിലുള്ള നെറ്റുമായിട്ടുള്ള അമിതമായിട്ടുള്ള ഉപയോഗം. ഇതിലൊരു കാര്യം നമ്മൾ ആലോചിക്കണം. ഇപ്പം നമ്മൾ ഓരോ മാതാപിതാക്കൾ, എനിക്കൊന്ന് കേരളത്തിലെ എല്ലാ മാതാപിതാക്കളും സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കുട്ടികളെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് 4 ചുമരുകളുടെ ഉള്ളിലേക്ക് ഒതുക്കുമ്പോൾ, പുറത്ത് കളിക്കാൻ വിടാതെ വിനോദത്തിന് വേണ്ടിയിട്ടുള്ള മറ്റൊരനുഭവത്തിലേക്ക് നമ്മൾ പ്രേരിപ്പിക്കാതെ നമ്മൾ തളച്ചിടുമ്പം ഈ കുട്ടികൾക്ക് കിട്ടുന്ന ഇടവേളകളിൽ അവർ കയ്യിലുള്ള മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ മൊബൈൽ ഫോൺ എടുത്തോ ഈ ഓൺലൈൻ വിനോദങ്ങളിലേക്ക് പോകും എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള മറ്റ് വിനോദ അനുഭവങ്ങളാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എത്ര മാതാപിതാക്കൾ കുട്ടികളെ നല്ല വായനയ്ക്ക് പ്രേരിപ്പിക്കുന്നു? എത്ര മാതാപിതാക്കൾ കുട്ടികളെ പഠനമൊക്കെ കഴിഞ്ഞില്ലേ നീ പുറത്തു പോയി കൂട്ടുകാരുമായിട്ട് പേശി കളയുന്നു, കളിച്ചോളൂ എന്ന് പറയുന്നു? അപ്പോൾ ഈ തരത്തിൽ ഈ ഓൺലൈനിലുള്ള കൗതുകത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷത്തിലും ഉപരിയോ അതിന് സമാനമായിട്ടുള്ള ഒരു സന്തോഷമോ കിട്ടുന്ന തരത്തിലുള്ള മറ്റ് പല കാര്യങ്ങളിലേക്കും കുട്ടികളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. അതില്ലാതെ ഇവൻ എപ്പോഴും മൊബൈൽ ഫോണിലാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. മൊബൈൽ ഫോൺ മാറ്റി വയ്ക്കുമ്പം, അല്ലെങ്കിൽ അതിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തുമ്പം, അല്ലെങ്കിൽ ഓൺലൈനിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പം ആ കുട്ടിക്ക് മനസ്സിന് ആഹ്ലാദം കിട്ടുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടെത്താനും അതിലേക്ക് അവനെ ഉത്തേജിപ്പിക്കാനും നമുക്ക് കഴിയണം. അത് കഴിയാത്തടത്തോളം കാലം അവർ നമ്മളെ ശത്രുക്കളായിട്ട് കണക്കാക്കുള്ളൂ. അടുത്തൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കുട്ടികളും ഇങ്ങനെയൊന്നും ഇതിനകത്ത് പെടണമെന്നോ അഡിക്ഷൻ വരണമെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കോൺടാക്ട് റിസ്കിലൊന്നും പെടണം എന്നില്ല. ആർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രശ്നം വരാൻ സാധ്യത? ഹൂ ആർ അറ്റ് റിസ്ക് എന്നുള്ളതാണ്. ഈ
നല്ല വളർത്തലിലൂടെ ചില സാമൂഹിക ഗുണങ്ങൾ കിട്ടിയിട്ടുള്ള കുട്ടികൾ, ഒറ്റപ്പെടാതെ ആളുകളുമായിട്ട് ഇടപഴകി ജീവിക്കാൻ അറിയാവുന്ന കുട്ടികൾ, ഈ ഓൺലൈനിലല്ലാതുള്ള മറ്റു വിനോദങ്ങളിൽ താല്പര്യമുള്ള അതുമായിട്ട് സ്ഥിരമായിട്ട് ഇടപഴകി പോകുന്ന കുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ഈ തിമിംഗലത്തിൻ്റെ വായിലൊന്നും പെടില്ല. നമ്മൾ പലപ്പോഴും കാണുന്നത് സ്കൂളിലോ വീട്ടിലോ അവഗണിക്കപ്പെടുന്ന കുട്ടികൾ, ഉൾവലിയുന്ന കുട്ടികൾ, വേറെ ഏതെങ്കിലും രീതിയിൽ അപകർഷതാബോധമുള്ള കുട്ടികൾ, ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആളുകളായിട്ട് മുഖാമുഖം ഇടപെടുന്നതിൽ കൂടുതൽ വളരെ എളുപ്പമുള്ള കാര്യമാണ് ഈ ഓൺലൈൻ വഴി ഈ തരത്തിലുള്ള കണ്ടൻറ്റോ അല്ലെങ്കിൽ കോണ്ടാക്റ്റോ തരത്തിലുള്ള ആപൽ സാധ്യതകളിലേക്ക് പോകാൻ. അങ്ങനെയുള്ള കുട്ടികളെ കൂടുതൽ വശത്താക്കാനും പറ്റും. പലപ്പോഴും ആ തരത്തിലുള്ളൊരു സാഹചര്യമുള്ള കുട്ടികളാണ് കൂടുതൽ ഈ ഓൺലൈൻ കെണികളിൽ പെടുന്നത്. അതില്ലാത്ത കുട്ടികളും ഒരു താല്പര്യം കൊണ്ട് കൗതുകം കൊണ്ടും ഇതിലൊക്കെ ചെന്ന് പെടാറുണ്ട്. പക്ഷേ നമ്മൾ ഈ തരത്തിലുള്ള കുട്ടികളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. കുടുംബത്തിലുള്ള ഒരു അന്തരീക്ഷം വളരെ പ്രധാനമാണ് ഇതിൽ. അവിടെ തന്നെയാണ് ഈ കുടുംബത്തിലുള്ള അന്തരീക്ഷം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോഴത്തെ അച്ഛനമ്മമാരെപ്പോഴും തിരക്കിലായിരിക്കുന്ന അച്ഛനമ്മമാർ അവരെപ്പോഴും കൺഫ്യൂസ്ഡാണ്. ഏത് തരത്തിലുള്ള ഇടപെടലിലാണ് നമ്മൾക്ക് തെറ്റുപറ്റിയത് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടത്? ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. കാരണം നമ്മുടെ കുട്ടികൾ ഡിജിറ്റൽ നേറ്റീവ്സാണ്. ഈ ഡിജിറ്റൽ യുഗത്തിലേക്ക് പറന്നു വീണിട്ടുള്ള കുട്ടികളാണ്. ഒരു പുതിയ തരത്തിലുള്ള സാങ്കേതിക വിദ്യയിലേക്ക് പറന്നു വീണിട്ടുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു പക്ഷേ ഈ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായിട്ടുള്ള പേരൻറ്റിങ് അല്ലെങ്കിൽ വളർത്തൽ ശൈലികൾ വേണ്ടി വരും. ആ വളർത്തൽ ശൈലികളിൽ അനിവാര്യമായിട്ട് വരുന്ന കാര്യം ഈ ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ സുരക്ഷയെക്കുറിച്ചിട്ടുള്ള ചില വർത്തമാനങ്ങൾ, സ്വാഭാവികമായിട്ടുള്ള വർത്തമാനങ്ങളിൽ തന്നെ വരേണ്ടി വരും. ഒരു 10 കൽപ്പന പോലെ പറയാതെ ഒരപരിചിതനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട ഒരു കൂട്ടുകാരൻ ആരെങ്കിലും നിനക്കറിയോ, അങ്ങനെ കേട്ടിട്ടുണ്ടോ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നിങ്ങനെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ള പല ഓൺലൈൻ ഇഷ്യൂസിനെ കുറിച്ചിട്ടും ഒരു സാങ്കല്പിക ചിത്രമായിട്ട് അവതരിപ്പിച്ചിട്ട് ഇതുപോലൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം, നിൻ്റെ സ്വയം സുരക്ഷയ്ക്ക് എന്ത് ചെയ്യും, ഓൺലൈനിൽ സൈബർ സെക്യൂരിറ്റിക്കായിട്ട് നീ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള നിരന്തരമായിട്ടുള്ള ചർച്ചകൾ അത് ഓൺലൈനുമായിട്ട് പരിചയപ്പെടുന്ന ഏത് പ്രായത്തിലായാലും ആ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങണം. തീർച്ചയായിട്ടും എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വേണം അല്ലേ, പാരൻസും കുട്ടികളുമായിട്ട്. ഡോക്ടർ, വളരെയധികം ഉപകാരപ്രദമായ ഒരു എപ്പിസോഡായിരുന്നു. ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി ഡോക്ടർ. ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.